നമസ്കാരം സുഹൃത്തുക്കളെ. വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളിൽ കുരുമുളക് വളർത്തുക എന്നത് സാധാരണയായി അസാധ്യമായ കാര്യമാണ്. കാരണം വേരുകളിൽ വെള്ളം കെട്ടിക്കിടന്നാൽ കുരുമുളക് ചെടി പെട്ടെന്ന് ചീഞ്ഞു പോകും. എന്നാൽ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു വിദ്യയായാണ്. ചതുപ്പ് നിലങ്ങളിൽ സ്വാഭാവികമായി വളരുന്ന കൊളിബ്രീനം അഥവാ കൊളിബ്രിയം, നമ്മൾ സാധാരണയായി കൊളിബ്രിയം എന്ന് വിളിക്കുന്ന കണ്ടൽ ചെടിയിൽ കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുന്ന രീതിയാണിത്. വീഡിയോ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും വീട്ടിൽ ഇതുപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ കൊളിബ്രിയം ചെടി പൂർണ്ണമായും വെള്ളത്തിലാണ് നമ്മൾ വളർത്തിയിരിക്കുന്നത്. ഇതിൻ്റെ വേരുകളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ വേരുകൾ മുഴുവൻ വെള്ളത്തിന് മുകളിലേക്ക് ശ്വസന വേരുകൾ പോലെ വളർന്നു നിൽക്കുന്നത് കാണാം. വെള്ളക്കെട്ടിനെ അതിജീവിക്കാൻ പ്രകൃതി ഈ ചെടിക്ക് നൽകിയ പ്രത്യേകതയാണിത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ കൊളിബ്രിയം ചെടിയും നമ്മുടെ കുരുമുളക് ചെടിയും ഒരേ കുടുംബത്തിൽ പെപ്പറേസിയ ഫാമിലിയിൽപ്പെട്ടവയാണ്. അതുകൊണ്ട് തന്നെ ഇവ തമ്മിൽ വളരെ എളുപ്പത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത് ചേർക്കാൻ സാധിക്കുന്നതുമാണ്. കൊളിബ്രിയത്തിൻ്റെ ഈ പ്രതിരോധശേഷി കുരുമുളകിലേക്ക് മാറ്റുകയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നന്നായി വളർച്ചയെത്തിയ ഒരു കൊളിബ്രിയം ചെടിയുടെ മുകൾ ഭാഗം മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം അതിൻ്റെ തണ്ടിൻ്റെ നടുവിലായി താഴേക്ക് ചെറിയൊരു കീറൽ ഉണ്ടാക്കണം. അടുത്തതായി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല ഇനം കുരുമുളകിൻ്റെ ഒരു തണ്ട് കൂടി സ്വയം സംഘടിപ്പിക്കുക. നമ്മൾ ഒരു ബുഷ് പെപ്പർ ആണ് ലക്ഷ്യമിടുന്നത്. ഈ കുരുമുളകിന് തണ്ടിൻ്റെ അടിഭാഗം ഇരുവശത്തു നിന്നും ചെത്തി ഒരു വി ആകൃതിയിലാക്കി മാറ്റണം. ഇനി ഈ കുരുമുളക് തണ്ട് നമ്മൾ നേരത്തെ കീറി വെച്ച കൊളിബ്രിയം തണ്ടിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായി ഇറക്കി വെക്കുക. തണ്ടിൻ്റെയും തൊലിയുടെയും തമ്മിൽ നന്നായി മുട്ടിയിരിക്കണം. അതിനുശേഷം ഒരു ഗ്രാഫ്റ്റിംഗ് ടേപ്പ് ഉപയോഗിച്ച് കാറ്റും വെള്ളവും കയറാത്ത രീതിയിൽ നന്നായി മുറുക്കി കെട്ടുക. ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന തൈകൾ കുറച്ച് ദിവസത്തേക്ക് തണലുള്ള ഒരിടത്തേക്ക് മാറ്റി വെക്കണം. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവ തമ്മിൽ ഒട്ടിച്ചേരുകയും കുരുമുളക് തണ്ടിൽ നിന്ന് പുതിയ നാമ്പുകൾ വരാൻ തുടങ്ങുകയും ചെയ്യും. ഈ രീതിയിൽ തയ്യാറാക്കുന്ന ഗ്രാഫ്റ്റ് തൈകൾക്ക് വെള്ളക്കെട്ടിനെ പരിപൂർണമായി പ്രതിരോധിക്കാൻ കഴിയും. ചതുപ്പ് നിലങ്ങളിലും പാടവരമ്പുകളിലും ഒക്കെ ഇനി ധൈര്യമായി നമുക്ക് കുരുമുളക് നട്ടു വളർത്താം. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.